എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് സംബന്ധിച്ചൊരു പരിപൂർണമായ വീഡിയോ ഈ ചാനലിൽ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ നക്ഷത്രങ്ങളെയും കുറിച്ച് കൃത്യമായി പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ മകം നക്ഷത്രത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. മകം നക്ഷത്രക്കാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളും അവശ്യം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വേദജ്യോതിഷത്തിലെ 10ാം നക്ഷത്രമാണ്. സിംഹരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവുമാണ് മകം. ഇതിൻ്റെ സ്ഥാനം 0 മുതൽ 13-20 ഡിഗ്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂർവികർ ദേവതയായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാരമ്പര്യ മൂല്യങ്ങളോടും പാരമ്പര്യ സിദ്ധാന്തങ്ങളോടും പൗരാണിക ശാസ്ത്രത്തോടുമൊക്കെ വലിയ താല്പര്യമുണ്ട്. ഓരോ കുടുംബത്തെയും തലമുറകളെ പിൻതലമുറക്കാരെ സ്നേഹിക്കുന്ന ഒരു മാനസിക നിലയാണ് ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടുള്ളത്. ഇവരുടെ പാരമ്പര്യ സ്നേഹം, തറവാട്, അച്ഛൻ, അമ്മ, ബന്ധപ്പെട്ട ആളുകൾ, കുടുംബം എന്നിവയുള്ള ഒരു വികാരം വളരെ വലുതാണ്. അത് ഇത്തരക്കാരുമായി സംസാരിക്കുമ്പോഴും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. രാജസിംഹാസനമാണ് മകം നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇത് പ്രൗഢിയുടെയും ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയൊക്കെ ചിഹ്നമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ ചിഹ്നത്തോടനുബന്ധിച്ച ഗുണങ്ങൾ മകം നക്ഷത്രക്കാരിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇതൊരു പുരുഷ നക്ഷത്രം കൂടിയാണ്. സ്വന്തം അസ്തിത്വത്തിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ ആത്മവിശ്വാസമുള്ളവരുമാണ് മകം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ സ്വയം മതിപ്പുള്ളവരും തൻ്റെ വീട് അല്ലെങ്കിൽ തൻ്റെ കുടുംബം, താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, സംഘടന, അധികാര കേന്ദ്രങ്ങൾ, അതിൻ്റെ ആളുകളായി, അതിൻ്റെ വക്താക്കളായി ഇവർ മാറാറുണ്ട്. പാരമ്പര്യ മൂല്യങ്ങളിൽ അഭിമാനം കൊള്ളുക മാത്രമല്ല, പാരമ്പര്യ രീതികളെ അനുസരിക്കുകയും വിനീത ദാസികളുമായി മാറുകയും ചെയ്യുന്നു. കുടുംബം, കാരണവന്മാർ, പാരമ്പര്യ മൂല്യങ്ങൾ, പാരമ്പര്യ വിശ്വാസങ്ങൾ, കുടുംബത്തിൻ്റെ പൊതുഭദ്രത, ഇതിനുവേണ്ടി ജീവൻ തന്നെ ബലികർപ്പിക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെ വിനയത്തോടെ വിനീതയായി നിൽക്കാൻ ഇവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ കുടുംബസ്നേഹത്തെയും കാരണവന്മാരോടുള്ള സ്നേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെയും അതിലൂടെയുള്ള ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഒരേ സമയം ആത്മീയതയ്ക്കും കുടുംബഭദ്രതയ്ക്കും അതേസമയം വിപ്ലവ മൂല്യത്തിനും പുതിയ കാര്യങ്ങൾ കണ്ടെത്തിപ്പഠിച്ച് ജീവിതത്തിൽ അത് സ്വായത്തമാക്കി കരിയറിലും കുടുംബത്തിനും പൊതുധാരയ്ക്കും ഗുണം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സജ്ജരായവരാണിവർ. ഇവരുടെ ആത്മവിശ്വാസത്തെ വെല്ലാൻ മറ്റൊന്നുമില്ല. ഏത് സമയവും ക്രിയാത്മകമായ ആത്മവിശ്വാസത്തിൻ്റെ ഉടമകളായി ഇവർ മാറുകയും ചെയ്യും. കുടുംബത്തെ സംബന്ധിച്ചും കുടുംബജീവിതത്തെ സംബന്ധിച്ചും ഏറ്റവും ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയായി ഇവർ കൃത്യമായി പ്രവർത്തിക്കുന്നു. കുടുംബത്തിൻ്റെ പൊതുഭദ്രതയ്ക്കും നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം എന്ന വികാരത്തിൽ മതിപ്പ് കൊണ്ടും ജീവിക്കാൻ ഏറ്റവും തീക്ഷ്ണാശാലികളായിട്ടുള്ള ആളുകളാണിവർ. അതുപോലെ തന്നെ കരിയർ മേഖലയിൽ, പൊതു മേഖലയിൽ, അതായത് കരിയർ, ജീവിതമാർഗം, ബിസിനസ്, ഔദ്യോഗിക ജീവിതം, ഇവയിലും നേതൃപാടവത്തോടെ പ്രവർത്തിച്ച് വലിയ അംഗീകാരങ്ങളും വലിയ നേട്ടങ്ങളും കൈവരിക്കാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രയാസമേറിയ അസൈൻമെൻറ്റും വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് പൂർത്തിയാക്കി വിജയിപ്പിക്കുവാനും പ്രസ്ഥാനങ്ങളെയും ബിസിനസ് സംരംഭങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും കൂടുതൽ കാര്യക്ഷമതയോടെ കൊണ്ടു നടന്ന് പൊതുലക്ഷ്യം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. മാത്രമല്ല ഇവരുടെ കുടുംബ ജീവിതത്തിലെ നേതൃത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതെല്ലാം തലയിലും ഹൃദയത്തിലും വച്ച് ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സ്വന്തമായ കാര്യങ്ങൾ, ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വ്യക്തി ജീവിതത്തിനും ഔദ്യോഗിക ജീവിതത്തിനും കുടുംബപരമായ കാര്യങ്ങൾക്കുമായി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇവരറിയാതെ തന്നെ ഇവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അത്തരത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആരോഗ്യം വഷളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ആരോഗ്യ പരിപാലനവും ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ സ്വായത്തമാക്കണം എന്ന്
കൃത്യമായി നിഷ്കർഷിക്കുകയാണ്. ദേവന്മാർ പൃഥുക്കളായതുകൊണ്ട് പൃഥുപൂജകൾക്ക് ഇവർ വളരെ അധികം മഹത്വം ഉള്ളവരാണ്. അത് ഇവർക്ക് വലിയ ഐശ്വര്യങ്ങളും സമൃദ്ധിയും പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ആരാധന കർമ്മങ്ങളും പ്രാർത്ഥനകളും ഇവരുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാക്കുക തന്നെ ചെയ്യും. വലിയ തരത്തിൽ കുടുംബത്തെ സേവിക്കുന്ന, കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന, കുടുംബ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മനോഭാവമുള്ളവരാണ് നേരത്തെ പറഞ്ഞതുപോലെ മകരനക്ഷത്രക്കാർ. കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കുടുംബക്ഷേമം മാത്രം ലക്ഷ്യം കണ്ട് ജീവിക്കുന്നവരുമാണിവർ. അതേസമയം സൂര്യ തേജസ്സോടെ ജീവിതത്തിൽ നേതൃപാടവത്തോടെ ആത്മവിശ്വാസത്തോടെ എല്ലാ മേഖലകളിലും വിജയിക്കാനുള്ള ശക്തിയും ആത്മവിശ്വാസവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. സൂര്യൻ്റെ പ്രഭയാൽ ഊർജ്ജസ്വലതയോടെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ കാർന്നവന്മാരോട്, തൻ്റെ പൂർവികരോട് അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും അവർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരാണ് ഈ മകരനക്ഷത്രക്കാർ. മരണശേഷം അവരുടെ കർമ്മങ്ങൾ ചെയ്യുകയും അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മകരനക്ഷത്രക്കാർ. കുടുംബക്ഷേമത്തിന് മുൻപിൽ സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ പോലും തയ്യാറായവരാണ് ഇവർ. ഏതായാലും മകരനക്ഷത്ര എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഒരേ സമയവും പാരമ്പര്യ മൂല്യങ്ങളും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും ഇവർക്ക് ഒരുപോലെ സാധിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുമാണ്. പൊതുവെ അഭിമാനികളായവരാണിവർ. പ്രത്യേകിച്ച് കുടുംബപരമായ മൂല്യങ്ങളിൽ, കുടുംബപരമായ സ്ഥാനങ്ങളിൽ ഒക്കെ അഭിമാനം കൊള്ളുന്നവരാണ്. ഏതായാലും ഒരു മികച്ച നക്ഷത്രമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.